ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ, എന്താ അമ്മേ? നിർമ്മലയുടെ കരച്ചിൽ പോലെയാണല്ലോ കേട്ടത്. അമ്മയുടെ മുറിയിൽ നിന്നാണല്ലോ. അമ്മ വന്നേ നോക്കാം. അയ്യോ 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 അമ്മേ, പാമ്പ്! എന്താ 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 നിർമ്മലേ? പാമ്പ്! എന്താ? അതെ അമ്മേ, പാമ്പോ? പാമ്പ് എവിടെ? അവിടെ അവിടെ എവിടെ എവിടെ? അയ്യോ, എന്താ 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 നിർമ്മലേ? പാമ്പാ? അമ്മേ, അമ്മേ സൂക്ഷിച്ചു പോ അമ്മേ. ഇതിനകത്തൊന്നും ഇല്ലല്ലോ, പിന്നെ എന്ത് കണ്ടു എന്നാ നീ പറയണേ? അല്ല, നിർമ്മല എന്തിനാ ഇപ്പൊ ഈ മുറിയിലേക്ക് വന്നത്? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ നീ ഇതിന്റെ ഉള്ളിൽ എന്തിനാ വന്നേന്ന്? അത് അത് ഞാൻ അത് ഉദയേട്ടന്റെ വീട്ടിലൊരു ഫംഗ്ഷന് പോണായിരുന്നു. അപ്പൊ പാരമ്പര്യമായിട്ട് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ആഭരണങ്ങളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് എടുക്കാന്ന് കരുതിയിട്ട് വന്നതാ. ഉദയന്റെ വീട്ടിൽ എന്താ ഫംഗ്ഷൻ? ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോ ഉദയേട്ടന്റെ ചെറിയച്ഛന്റെ മോളുടെ കല്യാണം നിശ്ചയ കാര്യം പറഞ്ഞില്ലേ, ആ കാര്യം ഞാൻ പറഞ്ഞത്. അതായിരുന്നല്ലേ? പക്ഷെ അതിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ നിർമ്മലേ. അത് അതെ, പക്ഷേ ആഭരണങ്ങൾ നേരത്തെ നോക്കി വെക്കാന്ന് കരുതി. അത് നന്നായില്ലല്ലോ നിർമ്മലേ. അമ്മയോട് ചോദിച്ചാ അമ്മ അതെല്ലാം എടുത്തു തരില്ലേ? പിന്നെ എന്തിനാ ഇത്ര രഹസ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തേ? ഓ, കളരിക്കൽ തറവാട്ടിലെ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളെ രഹസ്യമായിട്ട് നോക്കണോ പരസ്യമായിട്ട് നോക്കണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതിനെനിക്ക് സുമിത്രയുടെ ശുപാർശ ആവശ്യമില്ല. നിർത്തടി. കള്ളത്തരം കാണിച്ചതും പോരാഞ്ഞിട്ട് ഇനി നാവിട്ടലിക്കുന്നു. ആ കള്ളത്തരം മനസ്സിലുള്ളത് കൊണ്ടാ കാണാത്തതിനെ കണ്ടു എന്ന് പേടിച്ച് നിനക്ക് അലറി വിളിക്കേണ്ടി വന്നത്. അമ്മേ വാ, അമ്മേ പോവാം. ആഭരണങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രമാണ് അവൾ വന്നതെന്ന് ഞാൻ വിശ്വസിക്കില്ല സുമിത്രേ. അതെനിക്കും തോന്നി. എന്താ അവളുടെ മനസ്സിലെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അല്ല, എന്തിനാ അവൾ ഇങ്ങനെയൊക്കെ ആകുന്നേ? എനിക്ക് തോന്നിയതൊന്നുമല്ല, ശരിക്കും അതിനകത്ത് നാഗമുണ്ട്. നേരാമേ, ഈ അനുഭവം എനിക്കും ഉണ്ടായതല്ലേ. അന്ന് ഞാനും കണ്ടതല്ലേ നാഗത്തിനെ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഈ പട്ടാപ്പകല് തറവാടിനകത്ത് നാഗത്തിനെ കണ്ട് പേടിക്കാന്ന് പറഞ്ഞാ നാണമില്ലേ നിങ്ങൾക്ക്? അങ്ങനെ ഒരെണ്ണം നിങ്ങളുടെ മുന്നിലും വരണം, എങ്കിലേ പഠിക്കൂ. വൈകാതെ അതുണ്ടാകട്ടെ. എന്റെ പൊന്നു നിർമ്മലേ, അമ്മയും മോളും കണ്ട് പേടിച്ചു. ഇനി ഞാനും കൂടി വിഷപ്പാമ്പിനെ കണ്ട് പേടിക്കണം. നിർമ്മലേ, നിനക്ക് വേറെ ഒരു പണിയില്ലേ നിർമ്മലേ? എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഉദയേട്ടാ, നമ്മൾ കാണുന്നതിനും അപ്പുറത്ത് നമ്മുടെ തറവാട്ടില് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതോരോന്നോരോന്നായിട്ട് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. ജീവൻ വെച്ചിട്ടുള്ള കളിയൊന്നും വേണ്ടമ്മേ. മാം, ഇത് അവരുടെ വീട്.
കുട്ടിയെ കാണണ്ടേ? ആ കുട്ടി ഇവിടെ അടുത്ത് തന്നെയുണ്ട്. ഡ്രൈവർ, വണ്ടി എടുക്ക. അമ്മേ, അമ്മേ. പ്രകാശ, അളിയാ, അളിയൻ പറഞ്ഞ ആ പെണ്ണുപിള്ളയില്ലേ, ആ എറണാകുളത്തുള്ള സിത്താര മാഡം, അവരിവിടെ വന്നിരുന്നളിയാ കൃഷ്ണയുടെ വീട്ടില്. എന്നിട്ട് തങ്കേച്ചിയും അവരും തമ്മിൽ കണ്ടു. പിന്നെ ഒന്നും മിണ്ടാതെ അവരൊരൊറ്റ പോക്കായിരുന്നളിയാ. ആണോ? സംഗതി നിസാരമല്ലളിയാ. അവിടെ എത്തിയല്ലോ, അത് മതി. ആ, പിന്നെ ഒരു കാര്യം ചെയ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അത് ഞാൻ ഏറ്റു.